ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെസൺ 11-ൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവിഷൻ ഓഫ് ഹാസ്, ഹാവ്, ഹാഡ് ആൻഡ് വിൽ ഹാവ്. നമ്മൾ പഠിച്ച ഹാസ്, ഹാവ്, ഹാഡ്, വിൽ ഹാവ് എന്നിവയുടെ റിവിഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഹാസ്, ഹാവ്, ഹാഡ്, വിൽ ഹാവ് എന്നിവ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ്. അതുകൊണ്ട് അവ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, കേൾക്കണം, സംസാരത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഭാഷയിൽ അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗത്തിൽ ഫ്ലുവൻ്റ് ആവുകയുള്ളൂ. ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അത് നമുക്ക് പറയാൻ സാധിക്കണം. ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ക്ലാസ് ടുഡേ. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. നാളെ എനിക്ക് ക്ലാസ് ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ ഐ വിൽ ഹാവ് ക്ലാസ് ടുമാറോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും പറയേണ്ടി വന്നാൽ, സംസാരിക്കുന്ന സമയത്ത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പറയേണ്ടി വന്നാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പറയാൻ സാധിക്കണം. അതിന് വേണ്ടത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ റിവിഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസണിലേക്ക് കിടക്കാം. ഹാസ്, ഹാവ് അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് വരും, ബഹുവചനമാണെങ്കിൽ ഹാവ് വരും. ഇവിടെ സബ്ജക്റ്റ് ഹി എന്നുള്ളത് ഏകവചനമാണ്, അതുകൊണ്ട് ഹാസ് വന്നു. ഹി ഹാസ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഉണ്ട്. ഹി ഹാസ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഉണ്ട്. ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഉണ്ടോ? ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഉണ്ടോ? ഹി ഡസിൻ ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഇല്ല. ഹി ഡസിൻ ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഇല്ല. ഹാസ് പറഞ്ഞാൽ ഉണ്ട്, അതിന്റെ നെഗറ്റീവാണ് ഡസിൻ ഹാവ്, ഇല്ല എന്നർത്ഥം. അപ്പൊ ഹി ഡസിൻ ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഇല്ല. ഡസിൻ ഹി ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഇല്ലേ? ഡസിൻ ഹി ഹാവ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഇല്ലേ? വെൻ ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ, അവന് എപ്പോഴാണ് ഇന്ന് ക്ലാസ് ഉള്ളത്? വെൻ ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ, അവന് എപ്പോഴാണ് ഇന്ന് ക്ലാസ് ഉള്ളത്? അപ്പോൾ ഒരാൾക്ക് ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാസും ഹാവ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കും, ബഹുവചനമാണെങ്കിൽ എന്ത് ചെയ്യും? ഹാവ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. അവന് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണോ ഉള്ളത് അതാ കൊടുക്കേണ്ടത്. അതൊരു സബ്ജക്റ്റ് എന്ന് പറയും. അവൻ ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആർക്കുള്ളത്? അവനല്ലേ. അതുകൊണ്ട് അത് ആദ്യം കൊടുക്കണം. പിന്നെ അതിന് സബ്ജക്റ്റ് എന്ന് പറയും. അത് ഏകവചനമാണെങ്കിൽ ഹാസ് ചേർക്കും, ബഹുവചനമാണെങ്കിൽ ഹാവ് ചേർക്കും. പിന്നെ എന്താണോ ഉള്ളത് അത് പറയണം. ഇവിടെ അവൻ എന്തുള്ളത്? ക്ലാസ് ഉള്ളത്, അതുകൊണ്ട് ക്ലാസ്. പിന്നെ സമയം പറയുന്നുണ്ടെങ്കിൽ അവസാനം കൊടുക്കണം, ടുഡേ. അപ്പോൾ ഹി ഹാസ് ക്ലാസ് ടുഡേ, അവൻ ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ്, ഇനി കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഹാസിന്റെ ഉദാഹരണമാണ് പഠിച്ചത്. ഇത് ഹാവ് വെച്ചുള്ള ഒരു ഉദാഹരണം. ദേ സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ ഹാവ് വരും. ദേ ഹാവ് ക്ലാസ് ടുഡേ, അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. ഡു ദേ ഹാവ് ക്ലാസ് ടുഡേ, അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? ദേ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ, അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ഡോണ്ട് ഹാവ് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ദേ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ പറഞ്ഞാൽ അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ഡോണ്ട് ദേ ഹാവ് ക്ലാസ് ടുഡേ, അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? വെൻ ഡു ദേ ഹാവ് ക്ലാസ് ടുഡേ, എപ്പോഴാണ് അവർക്ക് ഇന്ന് ക്ലാസ് ഉള്ളത്? വെൻ ഡു ദേ ഹാവ് ക്ലാസ് ടുഡേ, എപ്പോഴാണ് അവർക്ക് ഇന്ന് ക്ലാസ് ഉള്ളത്? ഓക്കെ. അപ്പോൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഉപയോഗം കൃത്യമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. ഓക്കെ. നെക്സ്റ്റ്, ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ, അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഡിഡ് ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഡിഡ് ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി ഹി ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഹി ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഡിഡിൻ ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഡിഡിൻ ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഓർ ഡിഡ് ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ എവിടെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്? അതായത് നമുക്ക് ഒരാൾക്ക് ഒരു വസ്തു ഉണ്ടായിരുന്നു, ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും, ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താണ്? ഹാഡ് ഉപയോഗിക്കും. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, അത് ഹി ആണ്. ആർക്കാണോ ഉണ്ടായിരുന്നത് അത് ആദ്യം പറയണം. ഇവിടെ അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണ് ഉണ്ടായിരുന്നത് ക്ലാസ്? അവനാണ്. അപ്പോൾ അത് ആദ്യം പറയണം, അവന് സബ്ജക്റ്റ് എന്ന് പറയും. പിന്നെ ഹാഡ് വരും. പിന്നെ എന്താണോ ഉണ്ടായിരുന്നത് അത് വരും. ഇവിടെ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ സമയം എപ്പോഴാണോ ഉണ്ടായിരുന്നത് എന്ന് പറയും. അപ്പോൾ ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. ഓക്കെ. അപ്പോൾ ഹാഡിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്,
വിൽ ഹാവ് പറഞ്ഞാൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള വസ്തുക്കളെ കുറിച്ച് പറയാൻ. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് പറയാം. വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വസ്തുക്കളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കാം. ഹി വിൽ ഹാവ് ക്ലാസ് ടുമോറോ. ഹി വിൽ ഹാവ് ക്ലാസ് ടുമോറോ. അവന് നാളെ ക്ലാസ് ഉണ്ടാകും. വിൽ ഹി ഹാവ് ക്ലാസ് ടുമോറോ. അവന് നാളെ ക്ലാസ് ഉണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ വില്ലിനെ ഹീന്റെ മുമ്പിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ വിൽ ഹി ഹാവ് ക്ലാസ് ടുമോറോ. അവന് നാളെ ക്ലാസ് ഉണ്ടാകുമോ? ഹി വോൺ ഹാവ് ക്ലാസ് ടുമോറോ. അവന് നാളെ ക്ലാസ് ഉണ്ടാകില്ല. വിൽ ഹാവ് പറഞ്ഞാൽ ഉണ്ടാകും. വോൺ ഹാവ് വിൽ പ്ലസ് നോട്ടിന് ചുരുക്കി വായിക്കുമ്പോൾ വോൺ ഹാവ് എന്ന് വായിക്കല്. വോൺ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകില്ല. അപ്പോൾ ഹി വോൺ ഹാവ് ക്ലാസ് ടുമോറോ. അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ല. വോൺ ഹി ഹാവ് ക്ലാസ് ടുമോറോ. അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ലേ? അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഹി വോൺ ഹാവ് ക്ലാസ് ടുമോറോ. ഇനി ഉണ്ടാകില്ല എന്ന് ചോദിക്കണമെങ്കിൽ ഈ വോണ്ടിനെ ഹീന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ വോൺ ഹി ഹാവ് ക്ലാസ് ടുമോറോ. അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ലേ? വാട്ട് ടൈം പറഞ്ഞാൽ എത്ര മണിക്ക്. വാട്ട് ടൈം വിൽ ഹി ഹാവ് ക്ലാസ് ടുമോറോ. അവന് നാളെ എത്ര മണിക്കാണ് ക്ലാസ് ഉണ്ടാകുക. അപ്പോൾ ഭാവിയിൽ ഒരു സംഗതി ഉണ്ടാകുമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ആദ്യം സബ്ജക്റ്റ് ചേർക്കും, പിന്നീട് വിൽ ഹാവ് ചേർക്കും, പിന്നെ എന്താണോ ഉണ്ടാവുക അത് ചേർക്കും, പിന്നെ ടൈം ചേർക്കും. അപ്പോൾ വിൽ ഹാവിൻ്റെ ഉപയോഗവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മറ്റൊരു ലെസണിൽ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഹാസും ഹാവും ഹാഡും വിൽ ഹാവും. ഇതൊരു റിവിഷനാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 3 സെൻറ്റൻസുകളുണ്ട് ഇവിടെ. ഹി ഹാസ് ക്ലാസ് ടുഡേ. അവൻ ഇന്ന് ക്ലാസ് ഉണ്ട്. ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഹി വിൽ ഹാവ് ക്ലാസ് ടുമോറോ. അവൻ നാളെ ക്ലാസ് ഉണ്ടാകും. ഇവിടെ ടുഡേ, ഇവിടെ യെസ്റ്റർഡേ, ഇവിടെ ടുമോറോ. അപ്പോൾ ഹാസും ഹാവ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോഴുള്ള സംഗതികളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ടുഡേ എന്ന് ഉപയോഗിക്കും. അതായത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടാകും. രണ്ടാമത് ഹാഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഈ സെൻറ്റൻസിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. സ്റ്റഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണല്ലോ. വിൽ ഹാവിൻ്റെ ഉപയോഗം ഭാവിയിൽ വരും കാലത്ത് നമുക്കുണ്ടാകുന്ന വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഭാവിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അതിൽ ചേർക്കും. ടുമാറോ. ഓക്കെ. അപ്പോൾ ഹി ഹാസ് ക്ലാസ് ടുഡേ. അവൻ ഇന്ന് ക്ലാസ് ഉണ്ട്. ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഹി വിൽ ഹാവ് ക്ലാസ് ടുമാറോ. അവന് നാളെ ക്ലാസ് ഉണ്ടാകും. സെൻറ്റൻസുകളൊക്കെ നമുക്ക് 5 രൂപത്തിലാക്കാൻ പറ്റണം. അപ്പോൾ അവനിന്ന് ക്ലാസ് ഉണ്ട്, അവനിന്ന് ക്ലാസ് ഉണ്ട്, അവനിന്ന് ക്ലാസ്സില്ല, അവനിന്ന് ക്ലാസ്സില്ല, അവന് എപ്പോഴാണ് ക്ലാസ് ഉള്ളത്. അതേപോലെ തന്നെ അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവൻ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവൻ ഇന്നലെ എവിടെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇവിടെ അവൻ നാളെ ക്ലാസ് ഉണ്ടാകും, അവൻ നാളെ ക്ലാസ് ഉണ്ടാകും, അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ല, അവൻ നാളെ ക്ലാസ് ഉണ്ടാകില്ല, അവൻ നാളെ എവിടെയാണ് ക്ലാസ് ഉണ്ടാകുക. അപ്പോൾ വളരെ ഫ്ലുവൻ്റ് ആവണം. കാരണം അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഭാഷയിൽ ഫ്ലുവൻ്റ് ആകും. സംസാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് പറയാനും സാധിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 11. റൈറ്റ് 5 ഫോംസ് ഓഫ് ദീസ് സെൻറ്റൻസസ്. ഇവിടെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാഡ് എ ഫംഗ്ഷൻ ടുഡേ. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ 5 ഫോം ആക്കണം. ഒരു ഫോം ഇവിടെ തന്നെ ഉണ്ട്. ഇനി എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടോ, എനിക്കൊരു ഫംഗ്ഷൻ ഇല്ല, എനിക്കൊരു ഫംഗ്ഷൻ ഇല്ല, എനിക്ക് എവിടെയാണ് ഫംഗ്ഷൻ ഉള്ളത്. നെക്സ്റ്റ് ഐ ഹാഡ് എ ഫംഗ്ഷൻ യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇതിനെയും 5 ഫോം ആക്കണം. അപ്പോൾ ഈ ഒരു ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവായ ഫോം. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് എവിടെയാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഐ വിൽ ഹാവ് എ ഫംഗ്ഷൻ ടുമാറോ. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇതിനെയും 5 രൂപത്തിലാക്കണം. അപ്പോൾ നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും, നാളെ നിനക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകുമോ, നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവില്ല, നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകില്ല, നാളെ എനിക്ക് എന്താണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ എവിടെയാണ് ഫംഗ്ഷൻ ഉണ്ടാവുക, എത്ര മണിക്കാണ് ഫംഗ്ഷൻ ഉണ്ടാവുക, ഏത് രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ 15 സെൻറ്റൻസുകൾ എങ്ങനെ, ഇത് 5, 10, 15 സെൻറ്റൻസുകൾ എങ്ങനെ കൃത്യമായിട്ട് പറയാമെന്ന് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന പല സെൻറ്റൻസുകളും ഈ 15 ഏതെങ്കിലും ഒന്നായിരിക്കും പലപ്പോഴും. അപ്പം ആ സമയത്ത് പെട്ടെന്ന് ആ സെൻറ്റൻസുകൾ പറയാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.